പശ്ചിമേഷ്യയെ വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ നിഴലിലാഴ്ത്തിക്കൊണ്ട് ബഹ്റൈനിലെയും ഗൾഫ് മേഖലയിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് വൻതോതിലുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിരിക്കുകയാണ്. തങ്ങളുടെ താൽപര്യങ്ങൾക്കും സൈനിക ആസ്തികൾക്കും നേരെ അമേരിക്കൻ സഖ്യം അടുത്തിടെ നടത്തിയ വ്യോമാക്രമണങ്ങൾക്കുള്ള കൃത്യമായ പ്രതികാരമാണിതെന്നാണ് ഇറാൻ പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മേഖലയിലെ തന്ത്രപ്രധാനമായ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളുടെ ദൃശ്യങ്ങൾ ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇറാൻ അതിർത്തികളിൽ നിന്നും സഖ്യരാജ്യങ്ങളിൽ നിന്നുമായി ഒരേ സമയം 15ലധികം അത്യാധുനിക ബാലിസ്റ്റിക് മിസൈലുകളും ചാവേർ ഡ്രോണുകളുമാണ് US താവളങ്ങൾക്ക് നേരെ കുതിച്ചുയർന്നത്. അർദ്ധരാത്രിയിൽ ആകാശത്തെ ചുവപ്പിച്ചുകൊണ്ട് മിസൈലുകൾ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് പാഞ്ഞെടുത്തത് ഗൾഫ് മേഖലയിലാകെ വലിയ പരിഭ്രാന്തി സൃഷ്ടിച്ചു. മേഖലയിലെ അമേരിക്കൻ സാന്നിധ്യത്തിന് നേരെ സമീപകാലത്തുണ്ടായ ഏറ്റവും ശക്തവും ആസൂത്രിതവുമായ ആക്രമണങ്ങളിൽ ഒന്നായാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത്. ആക്രമണത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്ന നാടകീയമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും പ്രചരിക്കുന്നത്. കുവൈറ്റിന്റെയും ബഹ്റിന്റെയും ആകാശത്ത് വെച്ച് ഇറാന്റെ മിസൈലുകളും ഡ്രോണുകളും വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തടയുന്നതിന്റെയും ആകാശത്ത് വെച്ച് തന്നെ അവ പൊട്ടിത്തെറിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ രാത്രിയിലെ ആകാശത്തെ പ്രകാശപൂരിതമാക്കി. കൺമുന്നിൽ കണ്ട സ്ഫോടന പരമ്പരകളുടെ ഞെട്ടലിലാണ് ഈ രാജ്യങ്ങളിലെ ജനവാസ മേഖലകളിലുള്ളവർ. ബഹ്റൈൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന US നാവികസേനയുടെ 5ാം ഫ്ലീറ്റിന് ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ പ്രധാന നീക്കമെന്നാണ് സൂചനകൾ. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ നാവിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രബിന്ദുവായ ഈ താവളത്തിന് നേരെയുള്ള ആക്രമണം US-നെ നേരിട്ട് യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാനുള്ള വ്യക്തമായ സന്ദേശമാണ് നൽകുന്നത്. ഇതോടൊപ്പം കുവൈറ്റിലെയും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെയും US വ്യോമതാവളങ്ങൾക്ക് നേരെയും ഡ്രോൺ കൂട്ടങ്ങൾ പാഞ്ഞെടുത്തു. എന്നാൽ ഇറാന്റെ അവകാശവാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകളും ഡ്രോണുകളും തങ്ങളുടെ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തുന്നതിന് മുൻപ് തന്നെ തകർക്കാൻ സാധിച്ചുവെന്ന് US സൈന്യം വ്യക്തമാക്കുന്നു. ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളായ പേട്രിയറ്റും സഖ്യകക്ഷികളുടെ യുദ്ധക്കപ്പലുകളും സംയുക്തമായാണ് ഇറാന്റെ ഭീഷണിയെ ആകാശത്ത് വെച്ച് തന്നെ ഇല്ലാതാക്കിയത്. US സെൻട്രൽ കമാൻഡിന്റെ ഔദ്യോഗിക പ്രസ്താവന പ്രകാരം ഇറാന്റെ ആക്രമണത്തിൽ അമേരിക്കൻ സൈനികർക്കോ താവളങ്ങൾക്കോ യാതൊരുവിധ നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടില്ല. ലക്ഷ്യത്തിലേക്ക് കുതിച്ച പകുതിയിലധികം ഡ്രോണുകളും സാങ്കേതിക തകരാറുകൾ മൂലമോ അല്ലെങ്കിൽ US സൈന്യത്തിന്റെ ഇലക്ട്രോണിക് യുദ്ധമുറകൾ കാരണമോ വഴിമധ്യേ തകർന്നു വീഴുകയായിരുന്നു. അവശേഷിച്ചവ കുവൈറ്റിന്റെയും ബഹ്റിന്റെയും ആകാശ പ്രതിരോധ അതിർത്തികളിൽ വെച്ച് കൃത്യമായി തടഞ്ഞു. തങ്ങളുടെ പ്രതിരോധ കോട്ടകൾ ശക്തമാണെന്ന് US അവകാശപ്പെടുമ്പോഴും ഇറാന്റെ ഈ നീക്കം മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയെ വരും ദിവസങ്ങളിൽ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്ക ശക്തമാണ്. ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ ഈ ആക്രമണത്തെ വലിയ വിജയമായാണ് ചിത്രീകരിക്കുന്നത്. തങ്ങളെ തൊട്ടാൽ അമേരിക്കൻ താവളങ്ങൾ സുരക്ഷിതമായിരിക്കില്ല എന്ന മുന്നറിയിപ്പ് പ്രായോഗികമായി കാണിച്ചു കൊടുക്കാൻ സാധിച്ചുവെന്നാണ് ടെഹ്റാനിന്റെ നിലപാട്. പശ്ചിമേഷ്യയിൽ മാസങ്ങളായി തുടരുന്ന കലുഷിതമായ അന്തരീക്ഷത്തിന് ആക്കം കൂട്ടുന്നതാണ് പുതിയ സംഭവവികാസങ്ങൾ. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നേതൃത്വത്തിൽ നടന്നു വന്നിരുന്ന വെടിനിർത്തൽ ചർച്ചകൾ ഇതോടെ പൂർണ്ണമായും അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. വിവിധ നയതന്ത്ര ചാനലുകളിലൂടെ രൂപപ്പെട്ടു വന്ന ധാരണകളെല്ലാം ഇറാന്റെ ഈ നേരിട്ടുള്ള സൈനിക നീക്കത്തോടെ പാടെ തകർന്നുപോയി എന്ന് വേണം കരുതാൻ. വെടിനിർത്തൽ ചർച്ചകളിൽ പുരോഗതിയില്ലാത്തതും പ്രാദേശിക താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ അമേരിക്ക കാണിക്കുന്ന ഏകപക്ഷീയമായ നിലപാടുകളുമാണ് ഇറാനെ ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഇസ്രയേൽ, ഫലസ്തീൻ, യമൻ പ്രതിസന്ധികളിൽ US സ്വീകരിക്കുന്ന നിലപാടുകളോട് ഇറാന് കടുത്ത വിയോജിപ്പുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായി ഉണ്ടായ പ്രാദേശിക സംഘർഷങ്ങളാണ് ഇപ്പോൾ നേരിട്ടുള്ള യുദ്ധപ്രഖ്യാപനത്തിലേക്ക് എത്തി നിൽക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയെയും ആഗോള സമ്പദ് വ്യവസ്ഥയെയും ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലെ വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കമാണ്. ലോകത്തെ പ്രമുഖ എണ്ണക്കപ്പലുകളെല്ലാം കടന്നു പോകുന്ന ഈ ഇടുങ്ങിയ കടൽപാതയുടെ നിയന്ത്രണം ഇറാന്റെ കൈകളിലാണ്. പുതിയ സാഹചര്യത്തിൽ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായോ ഭാഗികമായോ ഉപരോധിക്കാൻ ഇറാൻ മുതിർന്നാൽ അത് ആഗോള എണ്ണവിലയിൽ വൻ കുതിച്ചുചാട്ടത്തിന് കാരണമാകും. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് ഭീഷണിയുണ്ടായാൽ
ലോകമെമ്പാടും പണപ്പെരുപ്പവും ഇന്ധനക്ഷാമവും രൂക്ഷമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ആഗോള വിപണിയിലെ എണ്ണ വ്യാപാര മേഖല അതീവ ജാഗ്രതയിലാണ്. കപ്പലുകളുടെ സുരക്ഷയ്ക്കായി യുഎസും സഖ്യകക്ഷികളും കടലിടുക്കിൽ കൂടുതൽ യുദ്ധക്കപ്പലുകളെ വിന്യസിച്ചു കഴിഞ്ഞു. ഇത് പ്രദേശത്തെ ഒരു വെടിമരുന്ന് ശാലയ്ക്ക് സമാനമായി മാറ്റിക്കഴിഞ്ഞു. മേഖലയിലെ മറ്റ് അറബ് രാഷ്ട്രങ്ങളും ഈ പുതിയ സൈനിക ഏറ്റുമുട്ടലിൽ തികച്ചും ആശങ്കാകുലരാണ്. കുവൈറ്റിന്റെയും ബഹ്റിന്റെയും വ്യോമാതിർത്തികൾ ഇറാന്റെ മിസൈലുകൾ ലംഘിച്ചതിനെതിരെ നയതന്ത്ര തലത്തിൽ കടുത്ത പ്രതിഷേധങ്ങൾ ഉയർന്നേക്കാം. ഒരു വശത്ത് ഇറാന്റെ പരമാധികാരവും മറുവശത്ത് അമേരിക്കയുമായുള്ള സൈനിക സഖ്യവും നിലനിർത്തേണ്ടി വരുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് ഈ സാഹചര്യം വലിയ നയതന്ത്ര പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ നീക്കത്തിനു പിന്നിൽ റഷ്യ, ചൈന തുടങ്ങിയ ആഗോള ശക്തികളുടെ പരോക്ഷമായ പിന്തുണയുണ്ടോ എന്ന സംശയവും പാശ്ചാത്യ രാജ്യങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. നാറ്റോ സഖ്യവും അമേരിക്കയും മറ്റ് ആഗോള വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മിഡിൽ ഈസ്റ്റിൽ തങ്ങളുടെ മേധാവിത്വം ഉറപ്പിക്കാനാണ് ഇറാന്റെ ശ്രമം. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് തങ്ങൾ വഴങ്ങില്ല എന്ന ശക്തമായ രാഷ്ട്രീയ സന്ദേശവും ഇതിലൂടെ ഇറാൻ നൽകുന്നു. ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഒത്തുകൂടിയ ഇറാന്റെ പരമോന്നത സുരക്ഷാ കൗൺസിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഇനി എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനമുണ്ടായാൽ അതിശക്തമായ രണ്ടാം ഘട്ട ആക്രമണം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേവലം ഡ്രോണുകളിൽ ഒതുങ്ങാതെ തങ്ങളുടെ പക്കലുള്ള ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ മുഴുവൻ US താവളങ്ങൾക്ക് നേരെ തിരിച്ചു വച്ചിരിക്കുകയാണെന്നാണ് റവല്യൂഷണറി ഗാർഡ് കമാൻഡർമാർ അവകാശപ്പെടുന്നത്. അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഈ ആക്രമണം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ബഹ്റൈനിലെയും കുവൈറ്റിലെയും സൈനികരുടെ സുരക്ഷയെ മുൻനിർത്തി ഭരണകൂടത്തിനുമേൽ കടുത്ത സമ്മർദ്ദമാണ് രൂപപ്പെടുന്നത്. ഇറാനെതിരെ കടുത്ത സൈനിക തിരിച്ചടി നൽകണമെന്ന ആവശ്യവുമായി പെന്റഗണിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരും രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് വൈറ്റ് ഹൗസിന്റെ അടുത്ത നീക്കങ്ങളെ നിർണായകമാക്കും. കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് അമേരിക്ക ആവർത്തിക്കുമ്പോഴും തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ഇറാന്റെ ആയുധങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ പെന്റഗൺ ആഭ്യന്തരമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ആധുനിക യുദ്ധമുറകളിൽ ഡ്രോണുകളുടെ കൂട്ടത്തോടെയുള്ള ആക്രമണങ്ങൾ പ്രതിരോധ കോട്ടകളെ അസ്ഥിരപ്പെടുത്താൻ കെൽപ്പുള്ളതാണെന്ന് ഈ സംഭവം വീണ്ടും തെളിയിക്കുന്നു. ഐക്യരാഷ്ട്രസഭയുടെയും വിവിധ യൂറോപ്യൻ രാജ്യങ്ങളും ഇരുവിഭാഗത്തോടും പരമാവധി ആത്മസംയമനം പാലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകുന്ന ഒരു പൂർണ്ണമായ യുദ്ധം ലോകത്തിന് താങ്ങാൻ കഴിയില്ലെന്നും നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്നുമാണ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പൊതുവികാരം. എന്നാൽ കനൽ പുകയുന്ന നിലവിലെ സാഹചര്യത്തിൽ ഒരു സമാധാന ചർച്ചയ്ക്കുള്ള സാധ്യത വളരെ കുറവാണ്. യുദ്ധഭീതി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഗൾഫ് മേഖലയിൽ ഉടനീളമുള്ള വിമാന സർവീസുകൾ പലതും റൂട്ടുകൾ മാറ്റുകയോ താൽക്കാലികമായി റദ്ദാക്കുകയോ ചെയ്തിട്ടുണ്ട്. വ്യോമാതിർത്തികൾ സുരക്ഷിതമല്ലെന്ന വിലയിരുത്തലിനെ തുടർന്ന് അന്താരാഷ്ട്ര ഏവിയേഷൻ ഏജൻസികൾ ജാഗ്രതാ നിർദ്ദേശം നൽകി. ഇറാന്റെയും സഖ്യരാജ്യങ്ങളുടെയും ആകാശ പരിധിയിലൂടെയുള്ള യാത്രകൾ ഒഴിവാക്കാനാണ് വിമാന കമ്പനികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. വരും മണിക്കൂറുകളിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണം എന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും പശ്ചിമേഷ്യയുടെ ഭാവി. സാമ്പത്തിക ഉപരോധങ്ങൾക്കപ്പുറം ഇറാന്റെ മണ്ണിൽ നേരിട്ടൊരു വ്യോമാക്രമണത്തിന് അമേരിക്ക മുതിർന്നാൽ അതൊരുപക്ഷെ മൂന്നാം ലോക മഹായുദ്ധത്തിന് തന്നെ തുടക്കമിട്ടേക്കാവുന്ന പ്രാദേശിക യുദ്ധമായി മാറാൻ അധിക സമയം വേണ്ടിവരില്ല. ബഹ്റൈനിലെയും കുവൈറ്റിലെയും ആകാശത്ത് മുഴങ്ങിയ സ്ഫോടന ശബ്ദങ്ങൾ കേവലം ഒരു പ്രാദേശിക സംഘർഷത്തിന്റെ മാത്രമല്ല, മറിച്ചൊരു വലിയ ആഗോള പ്രതിസന്ധിയുടെ വിളംബരമാണ്. ഹോർമൂസ് കടലിടുക്കിലെ അനിശ്ചിതത്വവും വെടിനിർത്തൽ ചർച്ചകളുടെ പരാജയവും മേഖലയെ കൂടുതൽ വഷളാക്കുമ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് പശ്ചിമേഷ്യയിലെ ഈ വൻ ശക്തികളുടെ അടുത്ത നീക്കങ്ങളിലേക്കാണ്.